Good afternoon, all of you. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയോ പഠിച്ചു അല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് ആദ്യം കുറെ ലെറ്റേഴ്സ്, കുറെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ലെറ്റേഴ്സ് ഒന്നുകൂടി നമുക്ക് നോക്കാം അല്ലേ? ചോദിക്കുന്നവര് പറയണേ. ഐവിൻ, ഇത് ഏതാ അക്ഷരം ഐവിൻ? ഐവിനെ അൺമ്യൂട്ട് ചെയ്തേ. ഐവിൻ ജോസഫ് അൺമ്യൂട്ട് ചെയ്തേ മോനെ, പ്ലീസ് അൺമ്യൂട്ട്. ഇത് ഏതാ അക്ഷരം? ഏതാ ഐവിൻ? ഏതാ ഏബൽ? ഏബൽസിൻഡോ? ഇതേതാ? ഇതേതാ അക്ഷരം? റാ അല്ലേ? പഠിച്ചാ മറന്നുപോയോ? നെക്സ്റ്റ് ഏതാണ്? പ അല്ലേ? പ. ഓക്കെ, പ. നെക്സ്റ്റ് ഏതൻ. ഇത് എന്താ? ഏതാണ് അക്ഷരം ഇത്? ഏതൻ. ഏതൻ ജെ മാത്യു. ഏതാ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇതേതാ? ഏതൻ തോമസ്. വാ. ഇതാരാ പറഞ്ഞേ? വാ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇതേതാ? ഏതാ? ഷഹലെ. ഷഹൽ. മുഹമ്മദ് ഷഹൽ. ഏതാ അക്ഷരം? ത. ത. നെക്സ്റ്റ് ആരാ? ലുബാബ. ഇതേതാ? ഏതാ? ഓക്കെ, ഗുഡ്. അല്ലേ? ഉമർ. ഉമർ ജാഫർ, പ്ലീസ് അൺമ്യൂട്ട്. ഏതാ അക്ഷര? ഉമറേ, പ്ലീസ് ലിസൺ ഹിയർ. ഏത്? അല്ലേ? സ. ഓക്കെ. നെക്സ്റ്റ് നിഡാഷ. ഏതാ? ഏത് അക്ഷര? മറന്നുപോയോ അക്ഷരങ്ങളെല്ലാം? അല്ലേ? നരി. ആ അക്ഷരാണ് ഇത്. നമ്മുടെ ഏതിലെ അക്ഷരദീപത്തില്? നെക്സ്റ്റ് അൻവിത. ഏതാ അൻവിത? ഏതക്ഷര? അൻവിത, ഇത് ഏതക്ഷര? ഓക്കെ, രാജാവ്. അല്ലേ? നെക്സ്റ്റ്
ഫാത്തിമ മെഹറിൻ. ഫാത്തിമ. ഓക്കേ മാ അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? മറന്നുപോയ ആരെങ്കിലും അക്ഷരങ്ങള്? നെക്സ്റ്റ് സിയ ഫാത്തിമ. സിയ ഫാത്തിമ. സിയ പ്ലീസ് അൺമ്യൂട്ട്. ഇതേതാ? റ അല്ലേ? റായാണിത്. നെക്സ്റ്റ് ഇഷാനി ഷാനു പ്ലീസ് അൺമ്യൂട്ട്. താലേ. ഓക്കെ തറ. ഫാത്തിമ സിദ്ദീഖ് പ്ലീസ് അൺമ്യൂട്ട്. ഏതാ അക്ഷരം മോളെ? നെക്സ്റ്റ് ഹേൽജോ പ്ലീസ് അൺമ്യൂട്ട്. ഹേൽജോ മോനെ അൺമ്യൂട്ട് ചെയ്തേ. ഇത് ഏതാ അക്ഷരം മോനെ? അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആദിഷ് അൺമ്യൂട്ട് ചെയ്തേ. പ്ലീസ് അൺമ്യൂട്ട് ആദിഷ്. ആദിഷേ ആദിഷ് അൺമ്യൂട്ട് ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് ആദിശ്രീ പ്ലീസ് അൺമ്യൂട്ട്. ഇതേതാ ആദിശ്രീ? അല്ലേ? ഓക്കെ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? അപ്പൊ എല്ലാരും കൂടി ഒന്നുകൂടി പറയണേ. ഓക്കെ. ഇതേതാ? മനസ്സിലായോ? നെക്സ്റ്റ് ഇതേതാ? ഏതാ ഐവിൻ? ഐവിൻ പ്ലീസ് അൺമ്യൂട്ട്. ഐവിനെ ഇതെന്താ മോനെ? ഇത് ഏതാ അക്ഷരം? ഐവിൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കേ വാ ഗുഡ്. അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ അക്ഷരങ്ങള്? അപ്പൊ നമ്മള് റ, ര, ന, ത, പ, വ, ര, ല, സ അല്ലേ? ണ, മ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അക്ഷരദീപം ബുക്കിൽ എന്തൊക്കെ എഴുതി ഇപ്പോ? അക്ഷരദീപം ബുക്ക് എടുത്തേ എല്ലാവരും ഒന്ന്. all of you take your text. അക്ഷരദീപം കോപ്പി ബുക്ക് എടുത്തേ. ഇത് നോക്കട്ടെ, ഫസ്റ്റ് പേജ് കാണിച്ചേ മിസ്സിനെ എല്ലാവരും. ഓക്കെ നോക്കട്ടെ എത്ര പേര് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കട്ടെ മിസ് പറയുന്നത്. ഓക്കെ ആദ്യം നമ്മളൊരു ഇങ്ങനെ വരച്ചു അല്ലേ? ഓക്കെ അത് കഴിഞ്ഞ് റ നോക്കട്ടെ ഫസ്റ്റ് പേജ് എല്ലാരും എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ എല്ലാരും. ഐവിൻ മോനെ എഴുതിയില്ലേ? ഓക്കെ എഴുതി ഗുഡ്. ഫാത്തിമ സിദ്ദിഖ് ഒന്ന് പൊക്കി അത് പിടിച്ചേ മോളെ നോക്കട്ടെ. ആദിഷ് എഴുതിയിട്ടുണ്ട്. ഫാത്തിമ മെഹറിൻ വീഡിയോ ഓൺ ചെയ്തേ. ഉമർ ജാഫർ എഴുതിയിട്ടുണ്ട്. ഏബൽ സിൻഡോ എഴുതിയോ മോനെ? ഓക്കെ ഹെയിൽജോ, ആദിശ്രീ, മുഹമ്മദ് ഷഹലെ, സിയ ഫാത്തിമ, നിദാഷ എഴുതി, ഏദൻ എഴുതി, ഏദൻ തോമസ് എഴുതി, ഓക്കെ ഇഷാനി എഴുതി, ലുബാബ് എഴുതി അല്ലെ?
എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് റാ കഴിഞ്ഞ് നമ്മൾ ഏത് പഠിച്ചു? രാ അല്ലേ? രാ. ഈ പേജ് എഴുതിയോ എല്ലാവരും? രാ എഴുതിയോ എല്ലാവരും? നോക്കട്ടെ. എല്ലാരും കംപ്ലീറ്റ് ചെയ്യണേ ഹോംവർക്ക്. ഫാത്തിമ മെഹറിൻ. ഓക്കെ. നെക്സ്റ്റ് ഏതാ? താ നോക്കട്ടെ. നെക്സ്റ്റ് പേജും കംപ്ലീറ്റ് ആണ്. ഓക്കെ. എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലെ? ഫാത്തിമ കുട്ടി എഴുതിയില്ലേ? ഹെയിൽജോ എഴുതിയോ മോനെ? ഓക്കെ. ബെൽസിൻഡോ എഴുതിയല്ലേ? അൻവിത where is your book? ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് താ എഴുതി. അത് കഴിഞ്ഞാൽ ന അല്ലേ? നരി. ഇത് കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും? നരി. ഓക്കെ, ഗുഡ്. ഉമറിന്റെ ബുക്ക് എവിടെ? അക്ഷരദീപം കാണിച്ചേ മിസ്സിനെ. എവിടെ? അപ്പൊ ഈ പേജ് കംപ്ലീറ്റ് ആണോ? അപ്പൊ മിസ് കാണിക്കുന്ന ബുക്ക് കംപ്ലീറ്റ് അല്ല. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് അല്ലേ? എഴുതി നോക്കട്ടെ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആണോ? ഓക്കെ. നായും അതെ, സായും അതെ അല്ലേ ഉമറേ? സൂപ്പർ. അപ്പൊ സായും കംപ്ലീറ്റ് ആണ്. എല്ലാവരും സായും എഴുതിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് നമുക്ക് ഇന്ന് ഏതാ എഴുതേണ്ടത്? പ അല്ലേ? പശു. പായു എഴുതിയോ? പായ എവിടം വരെ എഴുതി? വായെത്തിയോ? പശു ആണ് ചിത്രത്തിൽ എന്താ ഉള്ളത്? പശു. അങ്ങനെ പറയണ കേട്ടോ. പാന്ന് പറഞ്ഞോണ്ട് എഴുതണം എല്ലാവരും. പറഞ്ഞുകൊണ്ട് എഴുതണം. പശു. അപ്പൊ ആദ്യം വരെ നമ്മൾ എന്തൊക്കെ ഇപ്പൊ ഈ വായ എഴുതിയോ എല്ലാവരും? വായു എഴുതിയോ? സൂപ്പർ അല്ല കുട്ടികള്? എല്ലാം എഴുതിയല്ലേ? വായു എഴുതി. ഇഷാനിയൊക്കെ വായു എഴുതി. മതി കേട്ടോ. ഇനി സ്ലോയിലായാലും എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് പകുതിയെ ഇപ്പം ഇത്ര പോരെ ഇന്ന് എഴുതാൻ പറ്റുന്ന അത്ര പോരെ എഴുതിയാൽ മതി. പക്ഷെ അത് എല്ലാവരും എഴുതിയിരിക്കണം, പകുതി എങ്കിലും. കുട്ടികളല്ലേ നിങ്ങൾ? കുഞ്ഞുമക്കളല്ലേ അല്ലേ? അപ്പൊ വാശി പിടിപ്പിച്ച് എഴുതിക്കണം വേണ്ട കേട്ടോ. കുറച്ച് എഴുതിയാൽ. അപ്പൊ ഇപ്പൊ വാ വരെ എത്തിയല്ലേ എല്ലാവരും? അപ്പൊ ഇന്ന് വായും കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും? കംപ്ലീറ്റ് ആവാത്തവര് വായിന്ന് എഴുതിക്കോട്ടോ. എന്താ? വാഴ. എന്താ ഇവിടെ ഉള്ളത് പിക്ചറ്? ഫാത്തിമ വാഴ എഴുതിയില്ല അല്ലെ? എന്നാ അപ്പൊ വാഴ എഴുതിക്കോ. ഇത് എന്താണ് പിക്ചർ ഉള്ളത്? വാഴ അല്ലേ? ഫാത്തിമ. അപ്പൊ ആദ്യം മുതൽ ഉള്ളത് മിസ് ഒന്ന് വായിച്ചു തരാം. അപ്പൊ അക്ഷരദീപം ബുക്കിൽ നമ്മൾ ആദ്യത്തെ പിക്ചർ പറ. നെക്സ്റ്റ് ഏതാ? പറ. രാജാവ്. പിക്ചർ എന്താ? രാജാവിന്റെ ആണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഏതാ? തറ. ആദ്യം നിങ്ങൾ ഇതിന്റെ മുകളിൽ എഴുതണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് എഴുതിയിട്ട് താന്ന് ഇവിടെ എഴുതണം കേട്ടോ. ഡോട്ടിന്റെ മുകളിൽ ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് സ്വന്തം എഴുതാം. ഓക്കെ. നെക്സ്റ്റ് തറ. ഇത് കഴിഞ്ഞ ഏതാ? നരി. നരിനറിയൊക്കെ നരി. കസേര. കണ്ടോ? കസേര കണ്ടോ എല്ലാവരും? നെക്സ്റ്റ് വൺ ഏതാ? പശു അല്ലേ? പശു എന്ത് തരും നമുക്ക്? പാൽ തരും. ഓക്കെ. വാഴ. അടുത്തേതാ? വാഴ. എന്താ ഉള്ളത് അതിന്? വാഴക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങള്? എന്താ കാണുന്നേ? വാഴപ്പഴമുണ്ടല്ലേ? വലിയൊരു വാഴക്കൊലയുണ്ട് അല്ലേ? അതില് പഴമുണ്ട്. പഴമല്ല, പച്ച കായ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ വാഴ എത്തിയല്ലേ നമുക്ക്? അപ്പൊ ഇന്ന് എല്ലാവരും വാഴ എഴുതിക്കോ കേട്ടോ. നെക്സ്റ്റ് ദിവസം നമുക്ക് അടുത്തത് പറയാം. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പിക്ചർ. അപ്പൊ എങ്ങനെ എഴുതാൻ അക്ഷരദീപം ബുക്ക് എഴുതുമ്പം ആദ്യം ഈ എന്നുള്ള പിക്ചർ ഇതിന് ആരോ മാർക്ക് ഇട്ട സൈസിൽ എഴുതുക. അത് കഴിഞ്ഞ് ഡോട്ടിന്റെ മുകളിലേ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്വന്തം ഉള്ളത് എഴുതുക. ഓക്കെ. ഒരു ദിവസം ഒരു പേജ് മാത്രം എഴുതിയാൽ മതി. അധികം ഒന്നും എഴുതണ്ട. നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്. ഒരു വർഷം ഉണ്ട് അത്രയും. ഇനിയും കുറെ മാസങ്ങളുണ്ട് അത്രേ. അപ്പൊ നമുക്ക് കുറേശ്ശെയായി എഴുതിപ്പോ കേട്ടോ.
അപ്പൊ അത് മതി ഇന്ന്. അപ്പൊ അതാണ് അക്ഷരദീപം ബുക്കിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മള് ഇന്ന് പഠിച്ചത്, ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ? അമ്മ, അതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? വീടിനെ പറ്റി പഠിച്ചു, അമ്മയെ പറ്റി പഠിച്ചു, ആനയെ കുറിച്ച് പഠിച്ചു അല്ലെ, ചങ്ങാതിയെ പറ്റി പഠിച്ചു അല്ലെ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ചങ്ങാതി നന്നായാൽ വേണ്ട. പിന്നെ നമ്മൾ ആ അക്ഷരം പറയാൻ പഠിച്ചു അല്ലെ? ആ അമ്മ, എല്ലാരും ടെക്സ്റ്റ് ബുക്ക്. ഇനി എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അപ്പോ ആ അമ്മ ഉറക്കെ വായിച്ചേ മിസ്സിന്റെ കൂടെ. ആ ഏതാ പേജ് നമ്പർ? പേജ് നമ്പർ 7 അല്ലേ? 7 മുതലേ നമുക്ക് അക്ഷരം കൂടി വായിക്കാം. ആ അമ്പിളി, ആ അമ്പിളി, ആ അമ്മ, ആ അച്ഛൻ, ആ അച്ഛൻ, ആ അറ, ആ അല. ഓക്കേ, നെക്സ്റ്റ് എന്താ? അക്ഷരാണല്ലേ? ആന, ആന കണ്ടോ? ആന, ആന, ആമ, ആട്, നെക്സ്റ്റ് ആണി, നെക്സ്റ്റ് നെക്സ്റ്റ് ലെറ്റർ ഏതാ? അക്ഷരം അടുത്ത അക്ഷരം ഏതാ? നെക്സ്റ്റ് ഇല, ഇമ, ഇഞ്ചി. ഏതൻ വായിച്ചേ? ഏതൻ ഉറക്കെ വായിച്ചേ. ഇര, ഇറ. ഏതൻ ഒറ്റ കേൾക്കുന്നില്ലല്ലോ ഇവിടെ മിസ്സിന്. ഇറ, ഇര. നെക്സ്റ്റ് ഏതാ? ഈച്ച, ഈത്തപ്പഴം, ഈത്തപ്പഴം. ഏതൻ വായിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. ഈത്തപ്പഴം. വായിച്ചോ? ഈത്തപ്പഴം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നമ്മൾ നിറം കൊടുത്തു. അത് കഴിഞ്ഞ് ഏതാ? അല്ലേ? അപ്പൊ എത്തി അല്ലേ നമുക്ക്? ഇനി ഉറുമ്പ്, ഉരൽ, ഉളി, ഉറ, നെക്സ്റ്റ് ഉമി. ഓക്കെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഓക്കെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. നെക്സ്റ്റ് ഏതാ? ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി. ഓക്കെ, കഴിഞ്ഞ് എന്താ? ഋഷി, ഋതു, ഋണം, ഋഷഭം, മതി അല്ലേ? അപ്പൊ നമ്മള് ഈ
ഇറ് അല്ലെ? അത്രയല്ലേ നമ്മള് പഠിച്ചത്? ആ ഇ ഉ ഇറ്. ഓക്കെ. ആ അമ്പിളി ആ അമ്മ. എല്ലാരും പഠിച്ചു കാണാതെയല്ലേ? വെയിലും മഴയും വെയിലും മഴയും കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം. കല്യാണത്തിന് ഓക്കേ ഗുഡ്. സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും പഠിച്ചില്ലേ കാണാതെ? ഈയോ മിസ്സിനെക്കാണി വേഗത്തിൽ പഠിച്ചു. ഓക്കെ. അപ്പൊ നമ്മള് ആ അമ്പിളി, ആ അമ്മ, ആ അച്ഛൻ, ആ ആന, ആ ആമ, ആ ആടി. നെക്സ്റ്റ് ഈ ഇല, ഈ ഇമ, ഈ ഇഞ്ചി. ഇനി ഈ ഈറ്റ, ഈ ഈത്തപ്പഴം, ഈ ഈച്ച. നെക്സ്റ്റ് ഉറുമ്പ്, ഉരൽ, ഉറി. നെക്സ്റ്റ് ഊഞ്ഞാൽ, ഊണ്. പിന്നെയോ ഊട് കഴിഞ്ഞേതാ? ഊത്ത്. നെക്സ്റ്റ് ഋഷി, ഋതു, ഋഷഭം, ഋണം. അല്ലേ? അത്രയും നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെന്താ പഠിച്ചത്? വെയിലും മഴയും പാട്ട് പഠിച്ചു. വെയിലും മഴയും വെയിലും മഴയും കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം. കുഞ്ഞിക്കുറുക്കന്റെ കല്യാണത്തിന് വെയിലോണ്ടല്ലേ ചോറ്. പിന്നെ എന്തിനോണ്ടാ ചാറ്? മഴ കൊണ്ടല്ലേ ചാറ്. അപ്പൊ വെയിലും മഴ ഉണ്ടാവുക എപ്പ നമ്മൾ പറയല്? ഓ ഇന്ന് കുറുക്കന്റെ കല്യാണാന്ന് പറയും അല്ലേ? ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഒരു പൂത്തുമ്പീര പാട്ടും കൂടി ഉണ്ട്. എന്ത്? പൂത്തുമ്പി പൂത്തുമ്പി പൂവിലുറങ്ങും ചെറുതുമ്പി, കാലത്തെ നേരത്തെ കള്ളയുറക്കം കൊള്ളാമോ? എന്താ പാട്ട്? പൂത്തുമ്പി പൂത്തുമ്പി പൂവിലുറങ്ങും പൂത്തുമ്പി. ചെറുതുമ്പിയാണ്. പൂവിലുറങ്ങും ചെറുതുമ്പി. എന്താണ്? പൂത്തുമ്പി പൂത്തുമ്പി പൂവിലുറങ്ങും ചെറുതുമ്പി, കാലത്തെ നേരത്തെ കള്ളയുറക്കം കൊള്ളാമോ? നിങ്ങളെല്ലാം കള്ളയുറക്കം ഉറങ്ങാറുണ്ടോ? ഉറങ്ങാറുണ്ടല്ലേ? ഇവിടെ അമ്മയെല്ലാം പറ്റിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാനില്ലേ? നിങ്ങള് ഉറങ്ങിയ പോലെ കിടക്കുവല്ലേ കണ്ണു ചിമ്മിട്ട്? ഉണ്ടോ അന്വിത? അന്വിത ഇപ്പം കളിക്കുന്നുണ്ട് അല്ലേ? ഒരു കള്ള ഉറക്കം ഉറങ്ങും അല്ലേ നിങ്ങള്? എന്റെ അമ്മ വരുമ്പോ കാണാണ്ട് കണ്ണു ചെയ്യുമ്പോ അപ്പൊ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവൂല അല്ലേ? ഓക്കെ. അപ്പൊ അത്രേ ഉള്ളു ആ പാട്ട്. സിമ്പിൾ ആണ്. അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചു അല്ലേ? അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആ ഒന്നുകൂടി പറയാൻ മിസ് അക്ഷരങ്ങള്. ആ ഇ ഉ ഋ. അത്രേ വേണ്ടു. അതിനുശേഷമുള്ളത് മെല്ലനെ പഠിക്കാട്ടോ. ആ ഇ ഉ ഋ. പറഞ്ഞേ. ആ ഇ ഉ ഋ. പറഞ്ഞേ. ഇ ഇത്രേ വേണ്ടു. നമ്മുടെ നേഴ്സറി കാര്യങ്ങളില്ലേ? എന്തൊക്കെ പാട്ട് പഠിച്ചു നമ്മളതില്? നേഴ്സറി ഗാനങ്ങൾ ബുക്കില് കേരള നാട്. ആരാ പാടുന്നേ? കേരള നാട് പാടിന് ഇഷാനി. ഓക്കെ. ഇഷാനി പാടിയേ. കേരളം എന്നുടെ നാടാണ്,
നെക്സ്റ്റ് ആരാ പാടുന്നേ? നല്ല ശീലങ്ങളിലെ പാട്ട്. ഓക്കെ, ലുബാബ. ഓക്കെ, പാടിക്കോ. പ്ലീസ് അൺമ്യൂട്ട് ലുബാബ. കാൽത്തു തേർന്നിടണം, കാൽത്തു പല്ലുകൾ തേച്ചിടണം, കാലത്ത് നന്നായി കുളിച്ചിടണം, കാലത്ത് പാഴ്ത്തങ്ങൾ കൊള്ളിടണം, മിസ്സിനെ അങ്ങെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പാഠം പഠിച്ചിടണം, കാലത്തൊരപ്പം കളിച്ചിടണം, കാലത്ത് നന്നായി ഒരുങ്ങിയിടണം, കാലത്ത് സ്കൂളിലേക്ക് എത്തിയിടണം. ഓക്കെ, ഗുഡ്. പിന്നെ അങ്ങെല്ലാം കളിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിച്ച കൊതിയൻ റാബിറ്റ് എന്നുള്ള പാട്ടാണ് അല്ലേ? ആരാ അത് പാടുന്നത്? കൊതിയൻ റാബിറ്റ് ആദിശ്രീ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ ആദിശ്രീ. ഓക്കെ, അപ്പൊ ഇത്രയും പാട്ട് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ആർക്കാ പാടേണ്ടത് പാട്ട്? ഇനി ആരാ പാട്ട് പാടുന്നേ? അൻവിതയാ? ഏതാ പാടുന്നേ? നമ്മൾ ടെക്സ്റ്റിലല്ല പഠിക്കോ. ഏത്? വീടിനെ പറ്റിയില്ല പാടില്ലേ? എന്ന് പാടിയ അൻവിത. എന്തു നല്ല വീട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഭാവിയുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരാ പാട്ട് പാടുന്നില്ലേ? സിയ ഫാത്തിമയാണോ? സിയ കുട്ടി എന്നാ അമ്പിളിയിലെ പാട്ട് പാടാം. അമ്പിളിയിലെ സിയ ഫാത്തിമ, പ്ലീസ് അൺമ്യൂട്ട്. തിരി തൂകുന്നു. ഇല്ലല്ലോ മോളെ. ക്ലിയർ ഇല്ല മോളെ പാടുന്നത്. കേൾക്കുന്നില്ല, എന്തോ നെറ്റിന്റെ. ഒന്നുകൂടി പാടി നോക്കട്ടെ. അമ്പിളി കൂടെ പോരുന്നു. കഴിഞ്ഞു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏതൻ ജെ മാത്യു പാടുന്നോ? പാടിക്കോ, അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ. അമ്പിളിയുടെ പാട്ട് പാടിക്കോ. ശരിക്ക് പാടറാ. അമ്പിളി പുഞ്ചിരി തൂകുന്നു. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഫാത്തിമ മെഹറിൻ. ഓക്കെ, അമ്പിളിയുടെ പാട്ട് പാടിയേ. നല്ല രീതിയിൽ പാടി, നല്ല വൃത്തിയിൽ. ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തേ മോളെ. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിള കൂടെ പോരുന്നു. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നിരാശ പാടുന്നുണ്ടോ? ഏതാ? അമ്മ പാട്. നിരാശ അൺമ്യൂട്ട് ചെയ്ത് പാടിയ മോളെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആദിഷ് പാടുന്നുണ്ടോ? ആദിഷേ. നെക്സ്റ്റ് ആരാ പാടാതെ? ഷഹലുണ്ട്. ഷഹല് പാടിക്കോ. അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ ഷഹലേ. പാടി. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി
Okay, good. Next, Rafan. Rafan പാടിയേ. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, വാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. Okay, good. Next ആരാ? ഹേൽജോ പാടുന്നുണ്ടോ? Okay. വേഗം പാടിക്കോ, നമ്മുടെ സമയം കഴിയാറായി. ഹേൽജോ. എന്റെ വീട് ചന്തമല്ല വീട്, എന്റെ വീട് അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവുണ്ട്, ഞാനും ഉണ്ട്. ഓക്കെ, ഗുഡ്. സൂപ്പർ ആയിട്ടുണ്ടേ. നെക്സ്റ്റ് ആരാ? ഏബൽ സിൻഡോ പാടുന്നുണ്ടോ? ഏബൽ. ഏബൽ പാടിക്കോ. പോയോ? നെറ്റ് പോയോ? ഇനി ആരാ? ഉമ്മർ. ഉമ്മർ വേഗം പാടിക്കോ. ആ ആ അമ്മ അമ്മ, അത് പാടിയേ. കാലത്ത് തന്നെ ചെല്ലിടണം, കാലത്ത് തന്നെ കാലത്തൊരൽപ്പം കളിച്ചിടണം, കാലത്ത് തന്നെ കളിച്ചിടണം, കാലത്ത് തന്നെ സ്കൂളിൽ പോയിടണം. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. എല്ലാവരും പോയിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ. വിശക്കുന്നില്ലേ മക്കൾക്ക്? ബൈ, ടാറ്റാ. ആദിശിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ മോനെ? ഇല്ലേടാ? ബൈ, see you. Okay, bye. See you in the next class. Bye.